ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് അസർബൈജാനിൽ അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങി കൊണ്ടുവന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അവിടെ നിന്ന് അധികം സാധനമൊന്നും വാങ്ങാൻ പറ്റിയില്ല. കാരണം നമുക്ക് 30 കിലോ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാം ജാക്കറ്റും ഡ്രസ്സുകളും 5 ദിവസത്തേന് തന്നെ ആകുമ്പോഴത്തേനും ഒരു 27 കിലോളം ഉണ്ടായിരുന്നു. പിന്നുള്ളതൊരു 3 കിലോ ബാക്കി അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ വീട്ടിലുള്ള ജാക്കറ്റൊക്കെ ഞങ്ങൾ ഇട്ടിട്ട് വന്നു. വെയിറ്റ് കുറഞ്ഞ ജാക്കറ്റ് പെട്ടിക്കകത്ത് വെച്ചു. എന്നാലും ഒരു 4 കിലോ ഒക്കെ കൊണ്ടുവരാൻ പറ്റിയുള്ളൂ. എന്നിട്ട് 2 കിലോ കൂടുതലായിരുന്നു. എയർപോർട്ടിൽ വന്ന് ചെക്ക് ചെയ്തപ്പോൾ അവർ അതെടുത്ത് മാറ്റിച്ചു. അങ്ങനെ അപ്പം അവിടെ നിന്ന് വാങ്ങിയൊരു സാധനങ്ങൾ അവിടെ ഈ അനാറിൻ്റെ സ്പെഷ്യലാണ് അവിടെ കൂടുതൽ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി. ഇതിന് അവിടെ മനാത്ത് എന്നാണ് പറയുക. മനാത്ത്. ഇവിടെ നമ്മൾ ദറംസ് പറയും. ദറംസിനെ നമ്മൾ ഡോളറാക്കി കൊണ്ടുപോയിട്ട് അവിടെ മനാത്ത് എന്നാണ് പറയുക. അവിടെ മനാത്താക്കി, 1 മനാത്ത് 2 മനാത്ത് അങ്ങനെ. അപ്പോൾ ഇതിന് 7 മനാത്ത് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 77 അല്ല 7 അവിടുത്തെ 1 മനാത്ത് എന്ന് പറയുന്നത് നാട്ടിലെ 25 രൂപയാണെന്നാണ് പറയുന്നത്. 25, 24 സംതിങ് അങ്ങനെ വരും. അപ്പം ഇങ്ങനൊരു ഫ്ലവറല്ല, അനാറിൻ്റെ വലിയ കായും അതിൻ്റെ കുഞ്ഞിക്കായും. അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഏതെടുക്കണമെന്ന് അറിയത്തില്ല. അതുപോലെ ഭംഗിയുള്ള സാധനങ്ങൾ. പിന്നെ വാങ്ങിയത് ഇത് 2.50 2 മനാത്ത്. അതിൻ്റെ അടുത്ത് 2 മനാത്ത് ഒരെണ്ണത്തിനാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ 10 മനാത്തായി. പിന്നെ ഓരോരോ പീസാണ്. ഇത് നമുക്ക് ഈ വോളിലൊക്കെ വെക്കാൻ പറ്റും. നല്ല ഭംഗിയല്ലേ. ഇതിൻ്റെ 4 പീസ്, വൈറ്റും പിങ്കും കൂടെ. ഇതൊക്കെയാണ് നമുക്ക് ഈ ഡെക്കറേഷൻ ഐറ്റംസ് ഭയങ്കര ഇഷ്ടം. പിന്നെ അപ്പം ഇതും അവർ വാങ്ങിച്ചു. പിന്നൊരു ബാഗ്. നമുക്കങ്ങനെ കൊണ്ട് നടക്കാനൊന്നും പറ്റത്തില്ല. എന്നാലും ഇതും അനാറിൻ്റെ സീഡിൻ്റെ ഷേപ്പിൽ. അത് എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വേണ്ടി. പക്ഷെ നല്ല ഭംഗി. ഏതെടുക്കണമെന്ന് തോന്നില്ല. അതുപോലെ നല്ല ഐറ്റംസ് അവിടെ ഇരിക്കും. നല്ല രസം കാണാൻ. ഇതിൻ്റെ തന്നെ ഈ സീഡ് വെച്ചിട്ട് സീഡിൻ്റെ ഷേപ്പിലുള്ള സെയിം തന്നെ പല രീതിയിലുള്ള ഹാർട്ട് ഷേപ്പ്, ഓവൽ ഷേപ്പ്, കുറേ ഷേപ്പിലുള്ളത്. അപ്പോൾ അതിന് പക്ഷേ ഇങ്ങനെ ലോക്കില്ല. ഞാൻ അതുകൊണ്ട് ഇതെടുത്തു. ജസ്റ്റ് എന്തെങ്കിലും ഒരു ടിഷ്യൂ, ഒരു മൊബൈലും ഒക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു. ഇതിനവിടെ 10 മനാത്താണ് പറഞ്ഞത്. 10 മനാത്ത് അനാറിൻ്റെ സ്ലീവിൽ ഒരു ബാഗ്. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ പല ഐറ്റംസ് അവിടെ ഇരിക്കുന്നത്. പല രീതിയിൽ പല ആൾക്കാർ. പിന്നെ ഈ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ആൾക്കാരുണ്ട്, ജെൻസിൻ്റെ ആണുങ്ങളുടെ ഫോട്ടോ. അവരുടെ എന്താ പറയുക, ഇത് എന്തോ അവർ കൃഷി, ഇതെന്തോ എനിക്ക് തോന്നുന്നു റൊട്ടി വല്ലതും ഉണ്ടാക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ അവരുടേതായ ട്രഡീഷണലായിട്ടുള്ള കുറേ ഇത് 1 മനാത്ത. നമുക്ക് പോയി ഇങ്ങനെ നമ്മുടെ വാളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന നല്ല ഭംഗിയല്ലേ. കണ്ടിട്ട് എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ എല്ലാം നമുക്ക് എടുത്തിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ വെറുതെ എയർപോർട്ടിൽ കളയണമല്ലോ. ഈ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ. പിന്നുള്ളത് ബാക്കുവിൻ്റെ ഒരു ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന മാഗ്നറ്റ് ഉണ്ടോ. അസർബൈജാനിലെ മെയിൻ സിറ്റിയാണ് ബാക്കുവിൻ്റെ ഒരു സ്റ്റിക്കർ. പൊട്ടുന്ന സാധനം കേട്ടോ. സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുന്ന മാഗ്നറ്റുള്ള ഒരു. പിന്നെ ഇത് ഏട്ടനെടുത്തതാണ്. ഇഷ്ടം കുഞ്ഞി ഡോള്.
ഇരിക്കുകയും ചെയ്യും നിൽക്കുകയും ചെയ്യും. കാലിങ്ങനെ വളച്ച് വെക്കാൻ പറ്റും. കാറിലിങ്ങനെ ഇരുത്താന്ന് പറഞ്ഞിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഇതിൻ്റെ 2 എണ്ണം ഉണ്ട്. ഒരു പിങ്കും ഉണ്ട്. ക്യൂട്ടല്ലേ? പിന്നെ ഉള്ളത് ഈ ഒരു കുഞ്ഞി ബൗള്. ഇതിനും ഒരു മനാത്തമാണ്. അതിൻ്റെ മുമ്പേ ഒരെണ്ണം എൻ്റെ കയ്യിൽ നിന്ന് ഇവിടെ വന്ന് പൊട്ടിപ്പോയി. എനിക്ക് പൊട്ടുന്ന പാത്രം അല്ലെങ്കിലേ പിടിക്കാൻ പേടിയാണ്. ചൂടുന്നത് സ്റ്റീൽ പാത്രത്തിലാണ്. പക്ഷെ ഇത് പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഇതിൻ്റെ പല കളറുണ്ട്. എന്തെങ്കിലും എഴുതിയിട്ടുണ്ട് അസർബൈജാൻ എന്നൊക്കെ എഴുതിയേക്കുന്നത്. അസർബൈജാൻ 4 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം പൊട്ടിപ്പോയി. പിന്നെ ഇത് പിള്ളേരെടുത്തതാ. തക്കു കളിക്കാൻ മോള് വലിയവള്. ഇതിൻ്റെ അകത്ത് പിന്നെയുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ട് 4, 5 എണ്ണം. ഇങ്ങനത്തെ ഒരു സാധനം. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. അയാളെന്താ പറഞ്ഞ പക്ഷെ ഒന്നും മനസ്സിലായില്ല. അവിടെ ഉള്ളവർക്കേ അധികം ഇംഗ്ലീഷ് അറിയില്ല. ചിലർക്കൊക്കെ ഉള്ളൂ ഇംഗ്ലീഷ് അറിയാവുന്നത്. ബാക്കിയെല്ലാം അവിടുത്തെ ഭാഷയാണ് പറയുന്നത്. വേണ്ട തലയിൽ തട്ടാക്കിയിട്ടിരിക്കുന്നവരുണ്ട്. പിന്നെ അസർബൈജാൻ്റെ ഇതും ഫ്രിഡ്ജിൽ ഒട്ടിക്കുന്നതാണ്. ബാക്കു ഫ്രിഡ്ജിൽ സ്റ്റിക്ക് ചെയ്യുന്നത് മാഗ്നറ്റ് ഉള്ളത്. പിന്നെ ഉള്ളത് റായ്. ഇത് കുഞ്ഞിൻ്റെ ഫ്രണ്ട് ആമിക്കുട്ടിക്കുള്ള. അവിടെ പോയി എടുക്കുമ്പോൾ ഇത് ആമിക്ക് വേണം എന്ന് കുഞ്ഞിൻ്റെ ഫ്രണ്ടിനാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ അന്നേരം കൊണ്ടുവച്ചതാണ്. വീഡിയോ എടുത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഹെയർ ബോ ഇത് എന്ത് തുണിയുടെ സമയം. ഇതൊക്കെ വളരെ ഒടിയത്തൊന്നുമില്ല. ഇതവർ വീട്ടിലുണ്ടാക്കിയിട്ട് വെക്കുന്നതാണ് അവർ ലേഡി പറഞ്ഞത്. അവരുടെ മക്കൾ +2 പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർ വീട്ടിലുണ്ടാക്കിയിട്ട് വെക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് തക്കു എടുത്ത് കീ ചെയിന് ഒരെണ്ണം അവളുടെ ഫ്രണ്ടിന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരെണ്ണം അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 കീ ചെയിൻ. പിന്നെ ഇതിനകത്ത് ഇത് സ്വീറ്റ് അനാർ. എഗെയിൻ അനാർ. പിന്നെ അനാർ ഇത് ഞാൻ എടുത്തതാണ്. എന്തായാലും അവിടെ അനാറാണല്ലോ സ്പെഷ്യൽ. നമുക്ക് അസർബൈജാൻ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പും ആയിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ അനാറിൻ്റെ ഒരു ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അനാർ ഇതും അവർ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അവർ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോ നമ്മൾ പോകുന്ന ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ ഇവരിങ്ങനെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കും. കൂടുതൽ അതൊക്കെയാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത്. ഇത്രേ വാങ്ങിയുള്ളൂ. ഇതിനൊരു കുഞ്ഞിനൊരു ടോയ് ഉണ്ടായിരുന്നു. അത് അവൾ എടുത്ത് രണ്ട് ടോയ് ഉണ്ടായിരുന്നു. അത് അവൾ എടുത്ത് തന്നില്ല. എവിടെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ കുറേ ഫ്രൂട്ട്സ് വാങ്ങി കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ. ഇത്രയുമാണ്. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക അവിടുത്തെ ഇതിനു വേണ്ടി വാങ്ങിയ സാധനങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.